കോഴിക്കോട് കൊയിലാണ്ടിയിൽ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. സായ് പാർവതി എന്ന ബോട്ടിലെ 14 തൊഴിലാളികളാണ് തിരയിൽപ്പെട്ടത്. എഞ്ചിൻ തകരാറിനെ തുടർന്ന് ബോട്ട് കേടായിരുന്നു. ബേപ്പൂർ ഫിഷറീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഇവരെ രക്ഷിച്ചത്. ഗോകുൽ കെ വേണുഗോപാൽ ചേർന്നു വിവരങ്ങളുമായി. ഗോകുൽ, ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നവർ പറയുന്നു, എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു? കഴിഞ്ഞ ദിവസം രാത്രിയാണ് മത്സ്യബന്ധനത്തിന് പോയ സായി പാർവതി എന്ന ബോട്ടിന്റെ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് 14ഓളം മത്സ്യത്തൊഴിലാളികൾ കടലിന് അകപ്പെട്ടത്. തുടർന്ന് ഈ ബോട്ട് തകരാറിലായ വിവരം ഫിഷറീസ് സ്റ്റേഷൻ ബേപ്പൂർ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ സുനീറിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ നിന്ന് ഫിഷറീസ് വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് സബ് ഇൻസ്പെക്ടർമാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ കടലിലേക്ക് പോവുകയും 4ഓളം ബോട്ടുകളുമായിട്ട് അങ്ങോട്ടേക്ക് പോയി ഇവരെ 14 പേരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയായിരുന്നു. പുതിയാപ്പ ഹാർബറിലാണ് എത്തിച്ചിട്ടുള്ളത്. ഈ 14 പേർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എഞ്ചിൻ തകരാറ് പെട്ടെന്ന് സംഭവിക്കുകയായിരുന്നു. ഇവർ ബോട്ടും കൊണ്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ബോട്ടിനുണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. പിന്നീട് മത്സ്യബന്ധനം നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു തകരാറുണ്ടായത്. ഉടനെ തന്നെ ഇവർ ഫിഷറീസ് വകുപ്പിനെ വിവരം അറിയിക്കുകയും പിന്നീട് ഫിഷറീസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പോയി അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയുമായിരുന്നു ചെയ്തത്. 14 പേരാണ് ബോട്ടിലുണ്ടായത്. 14 പേരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി.